ദേവിയമ്മ കല്യാണത്തിന് വന്നില്ല. അതോടെ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി മോൻ്റെ വീട്ടുകാർക്കാർക്കും ഈ കല്യാണത്തിന് അത്ര താല്പര്യമില്ല. നമ്മൾ വിളിച്ചതല്ലേ, മറ്റുള്ള മതക്കാരുടെ വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെയല്ലേ വരാത്തെ. എന്റേത് രണ്ടാം കെട്ടല്ലേ. പിന്നെ മോളുടെ കാര്യവും ഇതെല്ലാം നാട്ടുകാരമ്മയെ പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. സാരമില്ല, പോക അമ്മ എല്ലാം ശരിയാ, നമ്മുടെ കൂടെ വരുമായിരിക്കും അല്ലേ? വരൂ അച്ഛാ, നമ്മള് അമ്മ, എന്റെ മോൻ എവിടെ? അവനിത് നിങ്ങളോട് പൂട്ടിയിട്ടിരിക്കുകയാണോ? ഇവിടെ ആരെയും പൂട്ടിയിട്ടില്ല ദേവിയമ്മ, അവനകത്തുണ്ട്. കയറി വാ. അവനെ ഈ നാട്ടിലൊന്നും കാണാനില്ല എന്നാണല്ലോ ഞാൻ പരാതി കേൾക്കുന്നത്. ചിലർ പറയുന്നു നിങ്ങൾ അവനെയും കൊണ്ട് നാട് വിട്ടു. അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കാൻ വന്നതോ അതോ കുത്തുവാക്ക് പറയാൻ വന്നതോ? ഞാൻ അനുഗ്രഹിച്ചേനെ, പക്ഷെ ഇങ്ങനെ ഒരുത്തി അല്ലായിരുന്നെങ്കിലേ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചേനെ. നിന്റെ പെട്ടിയിലെ ആ പൊട്ടിയ കുപ്പികളൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച നമ്മളെ കൂട്ടത്തിലുള്ള ഏതോ ഒരു സുന്ദരി പെണ്ണായിരിക്കുമെന്ന്. ഇതിപ്പം കുട്ടിയുള്ള 2ാം കെട്ടുകാരി. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ ഇത്. ഐഷ വേറെ കെട്ടേണ്ടി വന്നത് അവളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. അവൾ ആദ്യം കയറി ചെന്നത് ഒരു നരകമായിരുന്നു. എടാ, അവള് 2ഓ 3ഓ കെട്ടിക്കോട്ടെ, എന്റെ മോനെ കുറിച്ച് എനിക്ക് കുറെ സ്വപ്നങ്ങളില്ലേ. അവളെന്തിനാ എന്റെ മോനെ വശീകരിച്ചു എന്നുള്ളതാ എനിക്കറിയേണ്ടത്. അമ്മ ഈ കുത്തുവാക്കളൊന്ന് നിർത്താമോ? അനുഗ്രഹിച്ചില്ലെങ്കിൽ വേണ്ടൂല. ഈ ചുമ്മാ ഇങ്ങനെ. എടാ, എന്നാൽ അവർ ഇത്ര പെട്ടെന്ന് നിന്നെ മയക്കിക്കളഞ്ഞല്ലോടാ. നിനക്കിടുന്ന ചായ ചുവയ്ക്കൂലേ? ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാ. ഫുഡിന് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. നിന്നെ ഇവരിവിടെ എന്തൊക്കെയാ ചെയ്യണമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അവിടെയാണെങ്കിൽ ഒരു തരത്തിലിരിക്കാൻ സമ്മതിക്കില്ല. ആളുകൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്തായാലും നന്നായി അമ്മ. ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പം അമ്മയുടെ തെറ്റിദ്ധാരണയെല്ലാം മാറിക്കിട്ടും. ഐഷയുടെ നിക്കാഹ് പള്ളിയിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ഓളുടെ മാപ്പിളെ ഉടനെ മതം മാറ്റണം. അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ ഐഷയെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഒന്നും വരില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തോന്ന് മതം മാറ്റാന്? നടന്നത് തന്നെ. എന്റെ മോന്റെ മതം മാറ്റം വരുന്ന ആളെ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ ഇവിടെ? എടാ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന്. നിന്നെ മതം മാറ്റം ഒരു കമ്മിറ്റി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇവളും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണോ ഇത്? ഞാനോ? ഇവര് വലിയ പദ്ധതിയിട്ടുള്ള നടപ്പാണ്. നിന്റെ അടുത്ത് ഇപ്പൊ പറയും മതം ഒന്നും മാറ്റൂല. കുറച്ച് കഴിയുമ്പോൾ ഇവര് മായോ മന്ത്രമോ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, നിന്നെ മയക്കി അവരെ വശത്താക്കും. നീ ഒരു കാര്യം ചെയ്, ഞാൻ പറയണ ഇപ്പൊ കേക്ക്. നമുക്ക് നമ്മളെ വീട്ടിൽ പോവാടാ. അമ്മ ഒന്ന് മിണ്ടായിരിക്കും. അമ്മ ഇവളെയും മോളെയും വീട്ടിൽ കയറ്റുമെങ്കിൽ ഞാനും വരാം. ഞാൻ നമുക്കെന്ന് പറഞ്ഞതേ ഞാനും നീ ഉൾപ്പെടെയാണ്, അല്ലാതെ ഇവൾക്ക് വല്ലവല്ലുണ്ടായ കൊച്ചിനെ കൂടെ ചേർത്തല്ല. മനസ്സിലായ? ഈ അമ്മയുടെ കാര്യം ഇങ്ങോട്ട് വന്നേ. ദേ, ഇത് ശരിയായി പോകുമെന്ന് തോന്നുന്നില്ല. ആകെ പ്രശ്നമാവും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ഈ വിഷയമൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചതാണ്. ഞങ്ങൾക്ക് മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രാജ്യത്ത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള അവകാശമില്ലേ? പിന്നെ ഇതിന് എന്ത് നെഗറ്റീവ് സംഭവിച്ചാലും അത് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഈ കാര്യവും പറഞ്ഞ് ഇവിടെ ആരും വരണമെന്നില്ല. എടോ, ഇന്നത്തെ സംഭവത്തിന് ശേഷം താനൊന്നും മിണ്ടിയില്ലല്ലോ എൻ്റെ അടുത്ത്. പള്ളിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നുമില്ല, പറയാനുള്ളത് പറഞ്ഞു തന്നെയാ ഞാൻ അവരെ വിട്ടത്. ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന് എനിക്കറിയാമായിരുന്നു. ശരിക്കും എൻ്റെ അമ്മയുടെ അനിയത്തിയാണെങ്കിലും അമ്മ മരിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കിയത് ദേവി അമ്മയാണ്. ഇതൊന്നും വേണ്ടായിരുന്നൊന്നും തോന്നുന്നുണ്ടോ? താൻ എന്താ പറയുന്നത്? എനിക്കങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ വരുമെന്ന് നമ്മൾ ചർച്ച ചെയ്തതല്ലേ. എനിക്കൊന്നേ പറയാനുള്ളൂ, അന്ന് പറഞ്ഞ തന്നെ നമ്മളിതൊക്കെ നേരിടും. ഇവിടെയാണെങ്കിലോ മോളോട് കൂട്ടുകാരൊന്നും മിണ്ടണില്ലെന്ന് അവക്ക് പരാതി. അയ്യോ, അവൾക്ക് വിഷമമായോ? ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് അർജുന വേണോ കൂട്ടുകാരെ വേണോന്ന്. അപ്പോൾ അവള് പറഞ്ഞ എന്താണെന്നറിയാമോ? അർജുന മതിയെന്ന്. അതിൻ്റെ അടുത്തേ
അവൾക്ക് എന്നെക്കാളും ഇഷ്ടം നിങ്ങളോടൊന്നല്ലേ? അപ്പ അവൻ അവളെ മോളെടുത്ത് കൂടുതൽ എടുക്കുകയാണ്. എന്തായാലും അതിന് സംഭവിച്ചൂടാ. നിനക്കെന്താ ഒരു കുശുമ്പ്? എനിക്ക് കുശുമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അവളെ സ്കൂൾ മാറ്റണം. എൻ്റെ ജോലിയൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ. നമുക്ക് കിടന്നാലോ? ഞാനേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ശരി. വേണ്ട, അത്ര തന്നെ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അതിനുള്ള കാരണം എന്താണെന്ന് നീ പറ. മനു, ഓഫീസിൽ എല്ലാരും അറിഞ്ഞു തുടങ്ങി എന്റെ ക്യാരക്ടർ മോശമാണെന്ന് വരെയുള്ള സംസാരങ്ങളുണ്ട് അവിടെ. ഉമ്മ ആ ടിവിന്റെ വോളിയം ഒന്ന് കുറയ്ക്കോ, എനിക്ക് പഠിക്കണം, നാളെ എന്റെ പരീക്ഷയാണ്. ആരടി നിന്റെ ഉമ്മുമ്മ? അമ്മുമ്മന്ന് വിളിച്ചോണോ? വേണ്ടാത്തല്ലോ പറഞ്ഞോണ്ടല്ലോ നിന്റെ വായിൽ ഞാൻ പച്ചവെള്ളം തിരികെ തരും. വല്ലവനും ഉണ്ടായതാ, എന്നിട്ട് എന്റെ മോനെ കയറി അച്ചാന്ന് വിളിക്കുന്നു. അർജുൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മൂമ്മ. എടി മോളെ, നിന്റെ ഉമ്മ നല്ല ജീവിതം മോഹിച്ചാ പോയത്. പക്ഷെ നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് കഷ്ടം തോന്നുന്നു. ഇങ്ങനെ മതം നോക്കാതെ കല്യാണം കഴിച്ചത് കൊണ്ടേ നിന്റെ സ്കൂളിൽ നീ ഒരു മോശക്കാരിയായില്ലേ? ഇപ്പം മതം നോക്കാതെ കല്യാണം കഴിച്ച നിന്റെ ഉമ്മയ്ക്കാ ഇപ്പം അർജുൻ മതി. നാളെ അവർക്കൊരു കുഞ്ഞുണ്ടാവും. കുഞ്ഞുണ്ടായി നീ വേറെ ആവൂലേ? ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് നിനക്ക് എവിടെയെങ്കിലും ഒരു കൂട്ടുകാരെ കിട്ടുമോ? ഇല്ല. നിന്റെ കാര്യം കഷ്ടത്തിലാവും. ഉമ്മയ്ക്ക് എന്നോട് എന്നും സ്നേഹം കാണും. അർജു പറഞ്ഞല്ലോ സ്കൂൾ മാറിയാലും പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന്. മോളെ, ഇതൊക്കെ അവർ നിന്നെ സമാധാനിപ്പിക്കാൻ പറയണതല്ലേ. എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. പിന്നെ നിന്റെ ഉമ്മയ്ക്ക് ഇപ്പം കിട്ടിയ സൗഭാഗ്യ ജീവിതങ്ങളെ അവള് തയ്യാറാവൂ? ഇതിൻ്റെ ഇടയിൽ പെടണ എൻ്റെ മോളാണേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ത് പറ്റി മോളെ? മുഖത്തൊരു വാട്ടം. പഠിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ റൂമിൽ പോയി പഠിച്ചു. അമ്മ, ശരിക്കും നമ്മൾ തമ്മിലുള്ള പ്രശ്നം അമ്മയുടെ മോനെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട്. അതിന് കാരണക്കാരിയെ ഞാനല്ല, നീയാ. അമ്മ, അമ്മയുടെ മോനെ ഞാനായിട്ട് പിടിച്ചോണ്ട് വന്നതൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നെടുത്ത തീരുമാനമായി ഈ കല്യാണം. അമ്മയുടെ മോന്റെ കാര്യം പോട്ടെ, കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് വരെ അമ്മ എന്ത് ദേഷ്യമോ കാണിക്കുന്നേ. അവളാണെങ്കിൽ കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ആരോടും ഒരു കൂട്ടുമില്ല. അവൾ വല്ലാതെ ഒതുങ്ങിപ്പോയി. അവള് വലുതായി വരെയാണ്. അവൾക്ക് മനസ്സിലായി അവൾ അമ്മ തോന്നിയവാസം കാണിക്കുന്നത്. അതാ. അമ്മയ്ക്ക് എന്തിനാ അമ്മ എന്നോട് എന്റെ കുഞ്ഞിനോട് ഇത്ര വെറുപ്പ്? എടി, എന്റെ മോനെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വന്നതാ. അപ്പോഴാ ഇടുത്തി പോലെ നീ വന്ന് വീണത്. നീയാണെങ്കിലേ 2ാം കെട്ടുകാരി, അതും ഒരു കൊച്ചുള്ളത്, അതും വേറെ ജാതി. എടി, അവനെ കിട്ടാൻ നിനക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നല്ലേടി. അമ്മയുടെ മോനെ ഞാൻ ഇവിടെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ട് വെക്കോ. എന്റെ സ്വന്തം കുടുംബത്തിലെ നല്ലൊരു പെങ്കൊച്ചുണ്ട്. നിനക്കൊഴിഞ്ഞു മാറാൻ ഇനിയും സമയമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനു മുമ്പേ ഈ ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിന്റെ മുന്നിലെ പതുങ്ങി നിൽക്കുന്നതേ അത്ര നല്ല ശീലമൊന്നുമല്ല. അയ്യടി, ഞാനവിടെ എന്തൊന്നും എടുക്കാൻ വന്നതാണോ? പതുങ്ങി നിൽക്കുന്നു. ഇന്ന് നേരത്തെ വന്നോ? ഇന്ന് പോയ ജോലിയൊന്നും ശരിയായില്ല. പിന്നെ ആ കോൺട്രാക്റ്റും ക്യാൻസലായി. ഈയിടെയായിട്ട് ഒന്നും ശരിയാവുന്നില്ല. സ്വാഭാവികം. നീ ഇവിടെയല്ലേ കെട്ടിയത്? എല്ലാ ലക്ഷണക്കേടും ഉണ്ട്. പിന്നെ കൂടാത്തതിന് കൂടോത്രമുണ്ട്. അമ്മ ഒന്ന് ചുമ്മാ ആയിരുന്നേ. അവിടെ എനിക്ക് തല പോഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നതാണോ നിനക്ക് കുറ്റം? നീ എന്ന് ഈ വീടിന്റെ പടി ചവിട്ടിയോ അന്ന് തുടങ്ങി നിന്റെ കാലക്കേട്. എടാ, നിനക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്ന പയ്യനല്ലേ നീ? ഇപ്പൊ നിനക്ക് ജോലിയില്ല, കൂലിയില്ല. ദുബായ് പോണ പേപ്പർ ശരിയാക്കി, അതും മുടങ്ങി. പിന്നെ ഇപ്പൊ ബൈക്കിൽ നിന്ന് വീണു, മെലിഞ്ഞുണങ്ങി. ഇനി എന്തുവാടാ നിനക്ക് വേണ്ടത്? ഈ അമ്മയുടെ വായ അടപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നീ വാ, ഒരു ചായ എടു. ഇങ്ങോട്ട് മാറിയിരിക്കെ. ദൈവമേ, നിന്റെ ജീവിതം ഞാനാണോ നശിപ്പിച്ചേ? അയ്യോ അമ്മ,
നല്ല പനിയുണ്ട്, തലയിറക്കമുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്ട്രെസ്സാന്നാ പറഞ്ഞേ. അമ്മേ അമ്മേ എന്തിറ്റി? ഒന്നുമില്ലടാ, നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു കാണുന്നോണ്ടുള്ള ആദ്യം എനിക്ക്. എന്തമ്മാ, എന്തെങ്കിലും വേണോ? മോളുറങ്ങിയോ? അവൾ ഉറങ്ങി. മോളും പോയി കിടന്നുറങ്ങിക്കും. എനിക്കൊന്നും പറ്റൂല. എനിക്ക് അവനിൽ വലിയ പ്രതീക്ഷയായിരുന്നു മോളെ. ആ വേവലാതി കാരണമാണ് മോളെ ഞാൻ വീണുപോയത്. നിനക്കറിയാലോ മോളെ, കുടുംബക്കാരെല്ലാം ഞങ്ങൾക്ക് എതിരാ. മതം മാത്രമല്ല പ്രശ്നം, നീ ഒരു രണ്ടാം കെട്ടുകാരിയാണെന്നും എനിക്കൊരു കുട്ടിയുണ്ടെന്നും നിന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണെന്നുള്ള പേര് നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ ഉണ്ടാവും. അമ്മ പറയുന്നത് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. എൻ്റെ സ്വാർത്ഥത കാരണം അർജുൻ്റെ ജീവിതം നശിക്കുന്നത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ചേരേണ്ടവരായിരിക്കില്ല അമ്മ. അർജുന് നല്ലത് വരുന്നതാ എനിക്ക് സന്തോഷം. എപ്പോഴെങ്കിലും ഞാൻ കാരണമാണ് അർജുൻ്റെ ലൈഫ് പോയതെന്നറിഞ്ഞാൽ അതൊരിക്കലും എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ അർജുനോട് സംസാരിക്കാം. എടാ, എനിക്ക് ഐശ്വര്യൻ്റെ അടുത്ത് ഒരു വിരോധവും ഇല്ല. ഞാൻ നിന്റെ അടുത്തന്ന് പറഞ്ഞില്ലേ, ആ പെക്കൊച്ച് അവൾ വിധവയാണ്, നമ്മുടെ മതമാണ്, നല്ല സ്വത്തുകാരിയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് വരികയില്ല. അവർക്ക് താല്പര്യമുണ്ട്. നമുക്കതൊന്ന് ആലോചിച്ചല്ലടാ. ഐഷേ ഇങ്ങോട്ട് വന്നാൽ. നീ അറിഞ്ഞോ, അമ്മേ എന്നെ പിന്നെയും കെട്ടിക്കാൻ നോക്കുക. അമ്മ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ? ഓ, അപ്പൊ അമ്മ പറയുന്നത് നീ കേൾക്കാൻ തുടങ്ങിയോ? അല്ല, ഞാൻ പോയി തരണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല അർജുൻ, പക്ഷേ അർജുൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്കാകില്ല. ശരി, ഞാൻ വേണമെങ്കിൽ പോയി തരാം. പക്ഷേ നമ്മുടെ കുട്ടികളോ? കുട്ടികളോ? അവളുടെ മോളെ നോക്കാനേ അവക്കറിയാം. പാത്തു മാത്രമല്ലമ്മേ, കഴിഞ്ഞ ദിവസം ഐഷയ്ക്ക് വയ്യാഞ്ഞിട്ട് അവൾ ആശുപത്രി പോയിരുന്നു. അപ്പോൾ പിന്നെ ആശുപത്രിയിലെ ഡോക്ടർ എൻ്റെ കൂട്ടുകാരനാണ്. പുള്ളിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ ക്യാരിയിങ് ആണ്. സത്യത്തിൽ എവള് പറയുന്നത് ഞാൻ വിചാരിച്ചേ, പക്ഷേ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവള് പ്ലാൻ ചെയ്യുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അർജുൻ, അത് ഞാൻ എടോ, തന്നോട് സിമ്പിൾ തോന്നിയിട്ടില്ല തന്നെ ഞാൻ കിട്ടിയത്. തൻ്റെ അടുത്ത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ കിട്ടിയത്, അറിയാലോ. പിന്നെ ഇനി ആരൊക്കെ എത്ര സുന്ദരി കൊണ്ടുവന്നാലും എനിക്ക് തന്നെ മാത്രം മതി, കേട്ടല്ലോ. പിന്നെ അമ്മേ, ഐഷയ്ക്ക് ഇപ്പോൾ സമാധാനം വേണ്ട ഒരു സമയമാണ്. അത്രയ്ക്ക് കെയറിങ് വേണം, അറിയാലോ. ഇനി അമ്മ ഇവിടെ നിന്ന് ഓരോ ദിവസവും ഓരോ സമാധാനക്കേടായിരിക്കും. വേണ്ട, ഞാൻ എന്തായാലും അമ്മ നാളെ കൊണ്ടാക്കാം.